നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. സ്വർഗീയ യാത്ര, അവസാന യാത്ര, അവസാന യാത്ര. അങ്ങനെ മുഖ്യമന്ത്രിക്ക് അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കുക. ജനങ്ങളെ കോടികൾ മടക്കി ബസ്, സ്വർണ്ണ കക്കൂസ്, സ്വർണ്ണ കട്ടില്. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. അങ്ങനെ വിശാലമായ സന്നാഹത്തോടുകൂടി 25 മന്ത്രിമാരെ വെച്ച് പാവപ്പെട്ട ഞങ്ങൾ പൈസ എടുത്ത് ഞങ്ങൾ ക്ഷേമനിധി ഫണ്ടിൽ എടുത്ത് മറിച്ച് സ്വർഗീയ യാത്ര ചെയ്യുക. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ഈ യാത്ര എന്ന് അവസാനിക്കും. ഈ യാത്ര ഇതുകൊണ്ട് അവസാനിക്കും. നമുക്കിത് 7 മണിക്ക് അവസാനിപ്പിക്കണം. ഇനി നിങ്ങളെ ചോദ്യം തടയാൻ വേണ്ടി അവസാനിപ്പിക്കുകയാണെന്ന് കരുതണ്ട. ഇപ്പൊ 7 മണിയായി. ഇപ്പൊ അവസാനിപ്പിക്കാം. നമുക്ക് നാളെ നമുക്ക് കാണാം. ഞങ്ങളുടെ എല്ലാ ബ്രാക്കുകളും കണ്ണുനീരും ദൈവം തമ്പുരാൻ കണ്ടോണ്ടിരിക്കുക. എല്ലാത്തിനും വില വിളിച്ചു. അപ്പടെ പോയി സാധനമില്ല, മാവലി ഷോട്ടിലില്ല, തെങ്ങുമില്ല. ഉള്ള വില കൊടുത്താണ് സാധനം കടയിൽ നിന്ന് മേടിക്കുന്നത്. രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിലക്കയറ്റ സംസ്ഥാനത്ത് താരതമ്യേന കുറവാണെന്ന് കാണാൻ കഴിയും. വരുമാനമില്ല, അന്വേഷിക്കാൻ ആരുമില്ല. ഈ 1500 രൂപ പെൻഷൻ കിട്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പൊ തൊഴിലുറപ്പ് ചെയ്താണ് എന്റെ മകൻ മരിച്ചിട്ട് ഇന്ന് ഈ മാസം 3 വർഷമാകും. ഇതൊക്കെ ആരോട് പറയാൻ? 8 വർഷം ഡയാലിസിസ് ചെയ്ത് ആശുപത്രി മുഴുവൻ നടന്ന് കടം കയറിയിരിക്കുകയാണ്. ഞാൻ തൊഴിലുറപ്പ് ചെയ്താണ് അതിന്റെ കുറേശ്ശെ കടം വീട്ടുന്നത്. അതിദാരിദ്ര്യ ലഘൂകരണം സർ, വിവിധ പ്രയാസങ്ങൾ നേരിടുന്നവരും ദരിദ്രരുമായ മനുഷ്യരെയും സർക്കാർ അതീവ പ്രാധാന്യത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. 2000, 5000, 3000 ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. മുഖ്യമന്ത്രി ആഘാതിച്ച് നടക്കുക. ഇയാൾ മനുഷ്യനാണോ? ഇയാൾ മനുഷ്യനാണോ? എന്താ ഉറക്കം വരുന്നു? കണ്ണു കാണുന്നുണ്ടോ? ആരുടെ കാശ് കൊണ്ട് നടത്തുന്നു? പാവപ്പെട്ട എനിക്കടെ എന്റെ കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ. ആണോ? ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം. ഇത് രണ്ടുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി. ഓരോന്നിനും വില കയറ്റി ഞങ്ങളെ പിഴിഞ്ഞെടുത്ത് തൊഴിലുറപ്പിന് വിട്ട് അതിന്റെ ഒരു വിഹിതമെടുത്ത്. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. 333 ഉണ്ടെങ്കിൽ 300 തരും. 33 ഇല്ല, അല്ല 330 3 ഇല്ല. ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളെ സഹായിക്കുന്നത്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഇതാണോ ഒരു മന്ത്രി? എന്ത് ഭരണമായത്? 11 മാസമായിട്ട് ഈ 1 വർഷമായിട്ട് 3 പ്രാവശ്യം പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ബാക്കി 9 മാസം പെൻഡിങ് കിടക്കുക. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ആ പെൻഡിങ് എല്ലാം നിർത്തി ഞങ്ങൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പൈസ തീർത്തും തരണം. അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ സമരം ചെയ്യും. അതിന് തർക്കമില്ല. ഏറ്റവും ചുരുങ്ങിയത് അല്പമെങ്കിലും ഉളുപ്പെന്നത് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് മാറുക എന്നുള്ളതാണ്. സ്വർഗീയ യാത്ര നിർത്തിയിട്ട് അവസാന യാത്ര നിർത്തി ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കേ. അതാണ് ഒരു മന്ത്രിയുടെ കടമ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എത്രയോ മന്ത്രിമാര് ഭരിച്ചു. ഇതുപോലൊരു മന്ത്രി ഉണ്ടോ? സ്വർഗീയ യാത്ര ചെയ്യാം ബസ്സേലെ. കുടിച്ചുള്ള വില പോയി. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പെൻഷൻ മുഴുവൻ കുടിശ്ശിക തീർത്ത് ഞങ്ങൾക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അത് കിടക്ക് തീവർത്ത് കാലക്ക്